ശ്രീ ജോസഫ് സാറിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ദുബായിലുള്ളത്. അദ്ദേഹത്തിന് ചില യന്ത്രങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ ഫോർക്ക് ലിഫ്റ്റ് സർവീസിങ്ങിൽ അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ എതിരാളികളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് ജോസഫ് ജേക്കബ്. നാട് ചാലക്കുടി അടുത്ത് അഷ്ടമിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ദുബായിലെത്തിയത് 1981 നവംബർ 5-ാം തീയതി. ഏകദേശം 33 വർഷമായി ഇവിടെ വന്നിട്ട്. 33 വർഷം മുന്നേ ഞാൻ ബോംബെയിൽ ജോലി ചെയ്യായിരുന്നു. ഡോട്ട്സെൽ എന്നൊരു കമ്പനിയിലെ ജോലി ചെയ്തിരുന്നത്. അതിൽ ജോലി ചെയ്ത് വിട്ടതിന് ശേഷമാണ് ദുബായിക്ക് വരാനൊരു ചാൻസ് കിട്ടിയത്. ടർണർ മോറിസൺ എന്നൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അവിടുന്ന് സെലക്ട് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വരുന്നത് ആസ് എ മെക്കാനിക്കാണ്. ഞാൻ പോർട്ട് റാഷിദ് അതോറിറ്റി ജോയിൻ ചെയ്യണം. അന്ന് വെറും 1300 ദിർഹംസ് ആയിരുന്നു സാലറി, 320 ദിർഹംസ് അലവൻസ്. ഇതായിരുന്നു അന്നത്തെ സാലറി. സാധാരണ ഇവിടെ പലരും വന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബുദ്ധിമുട്ടേ അല്ല. പലരും ഇവിടെ വരുന്ന് പല പല വാഗ്ദാനങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഇവിടെ വരുമ്പോൾ 3 പേര് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കിടക്കണം, വെള്ളമില്ല, ടോയ്ലറ്റില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നവർ പലരും ഉണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഒന്നും സമ്പാദിച്ചിട്ടുമില്ല, ബാക്കി ഉണ്ടായിട്ടുമില്ല. ജസ്റ്റ് സർവൈവ് ചെയ്ത് പോയിരുന്നു. ഫാമിലി ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ജീവിച്ചു പോകാമെന്ന് വിട്ട് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു കഴിവുണ്ടെന്നും എന്നിലൊരു എഫിഷ്യൻസി ഉണ്ടെന്നും ഉള്ളത് തിരിച്ചറിഞ്ഞ ആൾക്കാരും അതുപോലെ എൻ്റെ വൈഫും എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും, ഇത്രയ്ക്കും അധ്വാനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ ഇതിനേലും കൂടുതൽ കാശ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാം, മക്കൾക്കൊരു ഭാവി ഉണ്ടാക്കാം എന്നുള്ളൊരു എല്ലാവരിൽ നിന്നുള്ള പ്രചോദനം കിട്ടിയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് മെയിൻലി മിഷനറി, ഹെവി എക്യുപ്മെൻ്റ് ആൻഡ് മിഷനറീസ് റിപ്പയർ ചെയ്യലും, സർവീസ്, റെൻറ്റൽ, അതിൽ ഫോക്ക് ലിഫ്റ്റ്, ജനറേറ്റർ, ട്രാൻസ്മിഷൻ, എൻജിൻ, മറീൻ എൻജിൻ, എയർ കംപ്രസേഴ്സ്, വെൽഡിംഗ് ജനറേറ്റേഴ്സ്, ഷവൽ, ക്രെയിൻ, ഓട്ടോമൊബൈലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധ മെഷീൻസും നമ്മൾ ചെയ്യും. നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ലേബർ അല്ലല്ലോ അധികം, ലോഡിങ്, അൺലോഡിങ്, അല്ലെങ്കിൽ എല്ലാം ഫാസ്റ്റ് വേണം. അപ്പം ഒരു വെയർ ഹൗസിൽ ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ അവിടെ മിക്ക സ്ഥലത്തും ഒരു ഫോക്ക് ലിഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ആരെങ്കിലും വാടകയ്ക്ക് ആ പരിസരത്തുണ്ടാവും. അപ്പോൾ അത് എണ്ണത്തിൽ കൂടുതലുള്ള കാരണം പിന്നെ അതിനൊരു കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ ഒരു കാറിൻ്റെ പണി ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ വർക്ക്ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെറിയ രീതിയിൽ ചീപ്പായിട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ കോമ്പറ്റീഷൻ ഇല്ലാത്ത കാരണമാണ് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതിന് റിലേറ്റഡ് ആയ കാരണം ഒരു സ്പെയർ പാർട്സ് കട തുടങ്ങാനുള്ള ചാൻസ് വന്നു. അതിനോടൊപ്പം വേറെ 2-3 പേരുടെ ജീവിതമാർഗമായി. മകൻ്റെ ഒരു സ്പെയർ പാർട്സ് കൂടി തുടങ്ങി വെച്ചു. അത് ഇളയ മകൻ അത് നോക്കുന്നു.
ഇവിടുത്തെ വളർച്ച കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. കാരണം ഇവിടെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് നടക്കും. പിന്നെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഭരണാധികാരികളോ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ നാടും ഇങ്ങനെയൊക്കെ ആയാൽ നല്ലതല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ തോന്നും. പക്ഷെ കാര്യമില്ല. അത് അമ്മേനെ തല്ലിയാലും 2 ഭാഗം ഉണ്ടാവും. 2 പേര് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് തെറ്റെന്ന് പറയും. ഒരു പ്രൊഫഷണലാണെങ്കിൽ സ്വന്തം കാര്യം ചെയ്യാം. നല്ലൊരു മെക്കാനിക്കാണ്, നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. അവന് സ്വന്തമായിട്ട് പണി ചെയ്ത് ജീവിക്കാൻ കേരളം ബെസ്റ്റാണ്. കാരണം നല്ല റിട്ടേൺസ് ഉണ്ട്. അത് 2 പേരെ ജോലിക്ക് വെച്ച് ഒരു സ്ഥാപനം നടത്താൻ ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നാട്ടിലിപ്പോൾ എപ്പോൾ ചെന്നാലും നമുക്ക് പറ്റുന്ന ഒരു പ്രയാസങ്ങൾ, ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്നൊരു കാര്യം നടത്താൻ ചെല്ലുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. നമ്മൾ പഞ്ച്വലായിട്ടും കറക്റ്റായിട്ടും എല്ലാം ചെയ്താലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല പലയിടത്തും. ഏഴ് വർഷമായി ഏകദേശം. മുന്നേ എനിക്ക് ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ബോംബെ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് ഇവിടുത്തെ ഡയഗ്നോസിസ് റോങ് ആയിരുന്നു. അന്ന് എനിക്ക് 49 വയസ്സ്. അന്ന് എല്ലാവരും കരയുമ്പോൾ ഞാൻ ചിരിച്ചിട്ടാണ് പോയത്. കാരണം 49 വയസ്സിനകത്ത് ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് മനസ്സിൻ്റെ ഒരു ധൈര്യം. ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നെനിക്ക് 2000 അല്ലെങ്കിൽ 4000 ശമ്പളം കിട്ടുന്നുണ്ട്. ഇന്നത്തെ ജീവിതം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോബാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വെച്ച് അതേ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ ജോലി രാജിവെക്കാൻ കാരണം 7 കൊല്ലം കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഐഡിയലായി. വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക്. മെഷീൻസൊക്കെ സുഖമായിട്ട് ഓടുന്നുണ്ട്. ആ കമ്പനിയുടെ മെഷീൻ മാത്രം റിപ്പയർ ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളൊരു 5 കൊല്ലം കൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ്ലെസ് ആയി മാറി. കാരണം നിങ്ങളുടെ എബിലിറ്റി നഷ്ടപ്പെടുക, ക്രിയേറ്റിവിറ്റി ഇല്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക, ശമ്പളം മേടിക്കുക. അങ്ങനെ ജോലി ചെയ്യുന്ന പലരുണ്ട്. ഇത് മതി, ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടാനോ ഒരു റിസ്ക് എടുക്കാനോ ഞാൻ തയ്യാറല്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉയർച്ച കുറയാണ്. അറിവ് തന്നെ ലിമിറ്റേഷനിൽ നിൽക്കണം. ബിസിനസ് ഇവിടെ ചെയ്താൽ പെട്ടെന്ന് ഗ്രോ ആവാൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ അറിയുന്ന ബിസിനസ്സായിരിക്കുന്ന റോളിങ്ങിൽ കളിക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൊജക്റ്റ് കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന കാശ് നേരെ നാട്ടിൽ കൊണ്ടുപോയി ഭൂമി മേടിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ ബിസിനസ് ബ്ലോക്ക് ആവും. അങ്ങനെ വരുന്നവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് പെട്ട് കിടക്കുന്നത്. അങ്ങനെ ചെയ്യാതെ ആദ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ നോക്കുക. ഇരുന്നതിന് ശേഷം കാല് നീട്ടുക. ഇരിക്കുന്നേക്ക് മുന്നേ കാല് നീട്ടി ഇടിഞ്ഞുകൊണ്ട് വീഴും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതിലുപരി ഞാൻ പറയുന്നത്, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് നോളേജ് നന്നായിട്ട് നേടിയതിന് ശേഷം അതിലേക്ക് ചെന്ന് ചാടുക. ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു 10-20 വർഷം ഇവിടെ ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസ് വെച്ചാൽ ചെയ്യുന്നത്. 20 വർഷം അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം എന്താ ചെയ്യണതെന്ന്. മറ്റൊരുത്തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എനിക്ക് വൈഫ്, 3 മക്കൾ. വൈഫിൻ്റെ പേര് മേരി എന്നാണ്. മൂത്ത മകൾ ജെമി, അവൾ വിവാഹം കഴിഞ്ഞു. അവളും ഭർത്താവും കുട്ടിയായിട്ട് ഓസ്ട്രേലിയയിലാണ്, അവരവിടെ ജോലി ചെയ്യുന്നത്. മകളുടെ ഭർത്താവിൻ്റെ പേര് വിപിൻ. ഒരു കുഞ്ഞുമോളുണ്ട്, ഇവ എന്ന പേര് മകളുടെ. പിന്നെ മൂത്ത മകൻ, അവൻ്റെ പേര് ജെറി. ഇളയ മകൻ്റെ പേര് ജോയൽ. അതാണ് നമ്മുടെ സന്തുഷ്ട കുടുംബം. നമ്മൾ പൂന്തോട്ട നഗരമായ ബാംഗ്ലൂരിലെ ഒരു കുടുംബത്തിലേക്ക്. ശ്രീനാരായണീയം ഇത് തന്നെ. ഇത് ബാംഗ്ലൂർ കുമാരസ്വാമി ലേ ഔട്ടിൽ ശ്രീ നാരായണൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം മനു ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോമൊബൈൽസ് ഷോപ്പ് നടത്തുകയാണ് ഇവിടെ ജെസി നഗറിനടുത്ത്. കാണാനൊരു ഭേദപ്പെട്ട വീടാണ്. നമുക്ക് അകത്തൊന്ന് കയറാം. അദ്ദേഹത്തിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അപ്പം ബെല്ലടിച്ച് നോക്കാം. ഇപ്പോൾ വരുമോ ഇല്ലയോ അറിയാം.
നമസ്കാരം സാർ. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ നിങ്ങളെ ഈ ബാംഗ്ലൂരുള്ള മലയാളികളെയും അവരുടെ കുടുംബമൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. വരട്ടെ? താങ്ക് യു. വാ. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ഈ ബാംഗ്ലൂരിൽ വന്ന് നിങ്ങളെപ്പോലെ സാറിനെ പോലെ അത്യാവശ്യം ഒരു ജീവിതം കണ്ടെത്തി ഇവിടെ ഇങ്ങനെ കുഴപ്പമില്ലാതെ ജീവിച്ചു വന്ന കുറേ വ്യക്തികളെയും കുറേ അംഗങ്ങളെയും അവരുടെ ഒരു ജീവിതത്തിലെ സന്തോഷവും ഒക്കെ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എത്തിയത്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ നാരായണൻ എന്ന് പറഞ്ഞ് സാറിനെ കുറിച്ച് കേൾക്കുകയും സാറിൻ്റെ മനു ഓട്ടോമൊബൈൽസും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ കണ്ടുപിടിച്ചു, നാരായണീയത്തിലെത്തി. സാർ എത്ര വർഷമായി ഇവിടെ എത്തിയിട്ട്? 23-24 കൊല്ലമായി. 24 കൊല്ലം. സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള ഒരു പരിപാടി ഇനി തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാം, ഒരു കൊല്ലം കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇപ്പോഴേ തുടങ്ങും. ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വൈഫൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല. നാട് പാലക്കാട്. പാലക്കാട് ചെർപ്പളശ്ശേരി എന്ന മൂളൂർ, ചെർപ്പശ്ശേരി മൂളൂർ എന്ന സ്ഥലത്ത്. പക്ക നാട്ടുപ്രദേശം, ഗ്രാമപ്രദേശം. അതെ, ഗ്രാമപ്രദേശം. കർഷകരുടെ ഒരു ഗ്രാമമാണ്. അതെ, കർഷകരുടെ കുടുംബമാണ്. സാറിന്റെ കുടുംബം കർഷക കുടുംബം. പാലക്കാട് പൊതുവെ എല്ലാവരും കൃഷിക്കാരാണ്. നെൽവയലിൽ കേരളത്തിന്റെ നെല്ലറയാണല്ലോ. പശു, കാള, പോത്ത്. പനമ്പട്ടകളിൽ കാറ്റ് ദൈവസാന്ദ്രമായ നോവി വിജയൻ എഴുതി വെച്ചത് പാലക്കാടെ കുറിച്ചാണ്. അതെ, അതിനുള്ള സ്ഥലത്ത് തന്നെയാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. അതെ. ആ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഈ ബാംഗ്ലൂരിലേക്ക് ചാടി പോകാൻ എന്തെങ്കിലും നാട്ടുകാർ ഓടിച്ചതാണോ? അങ്ങനെയാണ് സാർ? നാട്ടുകാർ ഓടിച്ചതൊന്നുമല്ല, ജസ്റ്റ് പഠിപ്പ് SLC കഴിഞ്ഞു, അങ്ങനെ ബാംഗ്ലൂർ കാണാനായിട്ട് വന്ന സമയത്ത് അങ്ങനെ ഇവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ അപ്പോയിൻമെൻ്റ് ആയി, അവിടെ ജോലിക്ക് കയറി. പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ബാക്കി തുടർന്ന് പഠിക്കാനുള്ളൊരു സംഭവം ഉണ്ടായത്? അത് തുടർന്ന് പഠിക്കാന്ന് വെച്ചാൽ കമ്പനിയിൽ ഡ്യൂട്ടി വന്ന് 10 മണി മുതൽ 8 മണി വരെയാണ്. അപ്പോൾ രാവിലത്തെ ഒരു 3 മണിക്കൂറോളം സമയം കിട്ടാറുണ്ട്. അങ്ങനെയുള്ള മോർണിംഗ് ക്ലാസ്സിന് പോയി സ്റ്റഡി ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ല, എല്ലാ ഫാമിലി എല്ലാവരും കൃഷിപ്പണിക്കാരാണ്. അപ്പോൾ ഇതിൽ ചേഞ്ച് ആയിട്ടൊരു മകൻ ഉണ്ടാവട്ടെ എന്നൊരു പ്ലാനിങ്ങോടുകൂടെ പോകുന്നു, എന്ന നാട് വിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാറിന് കൃഷിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് എല്ലാം അറിയാം. കൃഷി എല്ലാം ചെയ്യാനറിയാം. എല്ലാ കൃഷിയും, നടലും ഞാറു പറിക്കല്, നടല്, കന്നുപൂട്ടല്, എല്ലാ പണിയും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പാലക്കാട് തന്നെ സ്ഥലം? കാറൽമണ്ണ. കാറൽ മാക്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ഈ കാറൽ മണ്ണയ്ക്ക്? കാറൽ മാക്സുമായിട്ട് തൊണ്ട കാറൽ എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും കാറൽ? ശരി. അവിടെ അടുത്തടുത്താണോ ഈ കാറൽ മണ്ണയും ചെർപ്പളശ്ശേരിക്കും? എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ എത്തിയിട്ട്? 11 വർഷമായി. അമ്മയാണ് കൂടെ ഉള്ളത്? അമ്മ എന്താ കൊണ്ട് അവിടെ അമ്മ നിന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന വിചാരിച്ചു കൊണ്ടുവന്നാണ്? അല്ലല്ല, അമ്മയിടയ്ക്ക് ഞങ്ങളടുത്ത് വന്ന് നിൽക്കാറില്ല. ശരി ശരി ശരി. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്? ശരി, വളരെ സന്തോഷമായിട്ടോ. 2 മക്കളുണ്ടല്ലേ? മൂത്താളാണ്. മോന്റെ പേരെന്താ? ശ്രീനാഥ്. എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാ? 7th. ഏത് സ്കൂള്? കാർമൽ സ്കൂൾ ഇവിടെ ഉണ്ടല്ലേ? വേറെ എന്താ ആക്ടിവിറ്റീസ്? സ്പോർട്സ്, ഗെയിംസ്? ഡ്രംസിൽ ഡ്രം പ്ലേ ചെയ്യാറുണ്ടോ? ഇവിടെ ഉണ്ടോ? സ്കൂൾ പിന്നെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പിന്നെ ഓൺ അസോസിയേഷൻ അവിടെ ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. കുറച്ച് നാളായിട്ട് ഇവിടെ മകളുടെ കൂടെ ഉണ്ടല്ലേ? ഇവിടെ ഒന്ന് കറങ്ങിയോ? ശ്രീനേഷിന്റെ എക്സ്ട്രാ ആക്ടിവിറ്റി എന്താണ്? കീബോർഡ്. വേറെ നിങ്ങളെല്ലാം മ്യൂസിക്കിലോട്ടുള്ള താല്പര്യമുള്ളൂ, സ്പോർട്സിലൊന്നും താല്പര്യമൊന്നുമില്ലേ? സ്കൂൾ സ്പോർട്സ് ഡേ. സ്പോർട്സ് ഡേക്ക് എന്ത് ചെയ്യും? കണ്ടുപിടിക്കുമോ? പാർട്ടിസിപ്പേറ്റ്, എവരിബഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും? എന്തിലേക്കാ? ഷോർട്ട് പുട്ട്, ലോങ് ജമ്പ്, റണ്ണിംഗ് റേസ്. ഷോർട്ട് പുട്ടോ? ഈ ശരീരം വെച്ചോ? ഫസ്റ്റ് പ്ലേസ്. ഷോർട്ട് പുട്ട് എന്ന് പറയാൻ മറ്റേ ചെറിയ ഇഡലി പോലുള്ളൊക്കെയാണ് എടുത്തെറിയുന്നത്? 7 kg. 7 kg ആണ് പറയുന്നത്. എത്ര ദൂരം എറിയും? എത്ര ഡിസ്റ്റൻസ്? യുവർ ബെസ്റ്റ് ടൈം, ബെസ്റ്റ് ഡിസ്റ്റൻസ്? 6.5 സെന്റിമീറ്റർ ഓ 6.5 മീറ്റർ? ഓക്കെ. ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നാട് ഇഷ്ടമാണോ അതോ ഇവിടാണ് ഇഷ്ടം? നാട്. അതെന്താ ഇത്ര ഇവിടെ പഠിക്കുന്ന, ഇവിടെ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ, പിന്നെ നാട് ഇഷ്ടമാണെന്ന് പറയുന്നത്? സീനറി ആണ്. അത് നമുക്ക് വാങ്ങിച്ചു വെച്ചോണ്ടാ പോലെ? നാച്ചുറൽ സീനറി തന്നെ കാണണം, അതാണ് ഇഷ്ടം. അപ്പോൾ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളും സീനറികൾ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണല്ലേ? കശ്യപ ആശ്രമത്തിൽ പോകാറുണ്ടോ? അപ്പോൾ അവിടെ ആചാര്യം പറയുന്നത് എന്തൊക്കെ ഇതുവല്ലാണോ? അവിടെ പോയപ്പോൾ എന്തെന്ന് മനസ്സിലായ ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരാം, ഞങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും. വയസ്സായ ആളുകളെ ബഹുമാനിക്കണം, അച്ഛനും അമ്മയും നോക്കണം.
ഇതൊന്നും അറിഞ്ഞൂടായിരുന്നല്ലേ? അറിഞ്ഞൂടാ എന്നല്ല, പക്ഷേ അതെല്ലാവർക്കും നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഇപ്പോൾ M.R. രാജേഷ് വേദാചാര്യൻ്റെ പ്രകാരം ആൾ പറയുന്ന പ്രകാരം വയസ്സായ ഏത് വ്യക്തിനും മര്യാദയും അവരെ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഇന്നലെ നാളെ വയസ്സായിട്ട് വരുന്നതാണ്. അത് കാരണം നമ്മൾ അതേമാതിരിക്കന്നെ നോക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും നമ്മളൊരു 10% നോക്കുമെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ 1% ഇനി നോക്കുള്ളൂ. അതെ അതെ, അങ്ങനത്തെ കാലം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആചാര്യം വേറെ ഒന്നും പറയാറുണ്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകണമെങ്കിലും നല്ലത് അച്ഛനും അമ്മമാരെ കാല് തൊട്ട് നിറവിൽ വെച്ച് പോവാണ് നല്ലത്. അതാണ് ഏറ്റവും നല്ലത് എന്നതാണ് ആൾ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇനി ശ്രീനേഷേ, ഞങ്ങൾ സാധാരണ ഏത് മറുനാട്ടിലെ മലയാളി കുടുംബത്തിൽ പോയാലും അവർ മലയാളമൊക്കെ ഇപ്പോൾ കൂടുതലും മലയാളമൊക്കെ കിടന്ന് തപ്പുന്നത് മനസ്സിലായി, ഇംഗ്ലീഷ് വാക്കുകളാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിൻ്റെ കുഴപ്പമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്താണല്ലോ ശ്രീനേഷ് സംസാരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറ്റുള്ളൂ, മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് വരത്തില്ല. അപ്പം ഞാൻ ഒരു മലയാളം ഇംഗ്ലീഷ് കൂടെ ചേർന്നൊരു വാക്ക് പറയും, അത് തെറ്റാതെ പറയണം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ ഇല്ല. മസ്തിഷ്കത്തിൽ, മസ്തിഷ്കം, ബ്രെയിൻ. കുഴപ്പമില്ല, പറഞ്ഞുതരാന്ന്. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. 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 തെറ്റണം, തെറ്റിക്കാൻ വേണ്ടി. മസ്തിഷ്കത്തിൽ റെഡ് ബ്ലഡ് പ്രളയം. ശരി, വളരെ സന്തോഷം ഇത്രയും സമയം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് ചെലവഴിച്ചതിന്. അപ്പം നമുക്കിനി കാറിലൊക്കെ ഒന്ന് പറഞ്ഞ് ബാംഗ്ലൂരൊക്കെ ഒന്ന് കണ്ടു കുറച്ച് കൊച്ചു വർത്തമാനം കൂടെ ഒക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെല്ലോ ബസ് നൽകുന്ന ഒരു സമ്മാനം. ഇത് ജയനഗർ 9th ബ്ലോക്ക്, ബാംഗ്ലൂരിലെ ഹയസ്റ്റ് ലീഡിങ് കോസ്റ്റ്ലി ഏരിയയാണ്. കംപ്ലീറ്റ് റെസിഡൻസ് ഏരിയയാണ്. ഹൈ പോർഷൻ ഏരിയ ആവുക കാരണം മലയാളീസ് കമ്മിയായിരിക്കും. ഫെബ്രുവരി 16 89 വന്നത്. വന്ന സമയത്ത് ഇവിടെ നല്ല തണവ്, നമുക്ക് സൂട്ടബിളായ കാലാവസ്ഥ ആയിരുന്നില്ല. എങ്ങനെയാലും ഇവിടെ നിന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഭാഷ തന്നെയാണ്. ആരും സ്വന്തക്കാരും ഉണ്ടാവില്ല. ഒപ്പുള്ളവരെല്ലാം കന്നഡക്കാരായിരിക്കും, അല്ലെങ്കിൽ തെലുങ്കന്മാരായിരിക്കും, അല്ലെങ്കിൽ തമിഴന്മാരായിരിക്കും. നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. വന്ന പ്രായം നന്ന ചെറുപ്പമായിരുന്നു, 16-17 വയസ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് മാത്രം ജോലിക്ക് നിന്നു. അവർ ആ ഫുഡ് ആൻഡ് അക്കോമഡേഷനെല്ലാം അവർ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അവിടെ ഒരേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്തു. വിടാൻ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ ബിസിനസ് ചെയ്യാമെന്ന കേപ്പബിലിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ജോലി വിട്ടു. സെപ്പറേറ്റ് പാർട്ണർഷിപ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി SSLC കഴിഞ്ഞ് വന്നത് ബാംഗ്ലൂർ, പിന്നെ പഠിച്ചത് ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ് ആണ്. അത് കാരണം അതേ ഫീൽഡിൽ തന്നെ നിൽക്കാമെന്ന പ്ലാനിങ്ങോടുകൂടെ പോയി. ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഓട്ടോമൊബൈൽസ്, കാറിൻ്റെ സ്പെയർ പാർട്സ്, ടോട്ടൽ ന്യൂ വെഹിക്കിൾസ്. ആദ്യമെല്ലാം ഒരു ഹോൾസെയിലായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ കർണാടക, കേരള, തമിഴ്നാട് നോക്കിയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓൺലി ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് മാത്രമേ മെയിൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. മാരുതി മുതൽ അപ് ടു വരുന്ന പുതിയ ജനറേഷൻ BMW വരെ എല്ലാ വണ്ടി സ്പെയർസ്. കൂടുതൽ മോഡൽ കാറ് മാർക്കറ്റിൽ ഇറങ്ങുന്നിടത്തോളം കാലം കംപ്ലീറ്റ് സ്പേഴ്സ് ഒരു ഡീലർക്കും ഒരു കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തോടത്തോളം ഉള്ളിടത്തോളം കാലം എന്തായാലും ഇതിന് ഓട്ടോമൊബൈൽസ് ഫീൽഡ് ഒരിക്കലും ഡള്ളാവുന്ന പ്രശ്നം വരുന്നില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻസ്. കാരണം വെച്ചാൽ ഒരു രൂപയുള്ള മെറ്റീരിയലിന് ഇന്ത്യൻ കമ്പോള നിലവാരത്തിൽ -0.0 ഡോളർ ബേസാണ് ഡിപ്പെൻഡ് ഓഫ് ഓട്ടോമൊബൈൽസ് നടക്കുന്നത്. ഫസ്റ്റ് ഞാനെല്ലാം എൻട്രി ചെയ്യുന്ന സമയത്ത് 28 രൂപയാണ് ഡോളർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 65 രൂപയ്ക്ക് പോവുക. കാരണം അതേ മെറ്റീരിയൽ 1 രൂപ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 110 120 ആയി കൂടി വരുന്നേ ഉള്ളൂ, കുറഞ്ഞു വരുന്നില്ല. നല്ല ബിസിനസ് ചെയ്യാം. അൺലിമിറ്റഡ് മോഡൽസ് വണ്ടീസ് ഉണ്ട്, അൺലിമിറ്റഡ് വണ്ടീസ് ഉണ്ട്. വലിയ സിറ്റിയാണ്. ഇന്ന് വണ്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് വണ്ടി ഇവിടെ ഉണ്ടായിരിക്കും എന്നതാണ് ബാംഗ്ലൂരിൻ്റെ മെയിൻ പ്രത്യേകത. നമ്മൾ രാവിലെ എണീക്കണമായിരിക്കും തന്നെയാണ് വണ്ടിയുടെ കേസായാലും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി
ബോണറ്റ് ഓപ്പൺ ചെയ്ത് അതെല്ലാം ക്ലീനിങ് ഉണ്ടോ ഇല്ലയോ എല്ലാം നോക്കി മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടി ഒരിക്കലും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. നമ്മൾക്ക് ആർക്കും ടൈം ഇല്ല എന്ന് പറയും, വണ്ടിയിൽ ഡീസലോ പെട്രോളോ ഓടിക്കും എന്നത് മാത്രം വരുമ്പോൾ മാത്രമാണ് മെയിൻ്റെനൻസ് ചെയ്യാത്ത പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയെല്ലാം വണ്ടികൾ ബ്രേക്ക് ഡൗണോ ഇല്ല വേറെ പ്രശ്നങ്ങളോ വരാൻ ചാൻസസ് ഉള്ളൂ. നോർമലായി അങ്ങനെ ഒരു വണ്ടിയും വരാൻ ചാൻസസ് ഇല്ല. പക്ഷേ പഴയ ടെക്നോളജിയും പുതിയ ടെക്നോളജിയുമായിട്ട് ഭയങ്കര ഡിഫറൻസിയേഷൻ ഉണ്ട്. കറക്റ്റ് ടൈം ക്ലിയർ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടിയും ഒരു സമയത്തും ഒരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസസ് ഇല്ല. ക്ലിയറായിട്ട് ശമ്പളം കൊടുക്കുമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട്, അതിനുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. രാഷ്ട്രീയക്കാരുടെ വഴിക്കോ അവരെ സപ്പോർട്ടിങ്ങോ ലീവിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നാട്ടിലാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഹർത്താൽ എന്ന് പറയും, ഇവിടെ 3 കൊല്ലോ 5 കൊല്ലോ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഹർത്താൽ എന്ന് പറയും. അതാണ് വ്യത്യാസം. നാട്ടിൽ പോയി നിൽക്കുവാൻ തോന്നാറില്ല. ഒന്നാമത് എന്നുവെച്ചാൽ ഇവിടുത്തെ ഇൻകമ്മിങ്ങും നാട്ടിലത്തെ ഇൻകമ്മിങ് ഡിഫറൻസ് നോക്കുമ്പോൾ ഇവിടെ നല്ല ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻകമ്മിങ് ഉണ്ട്. അത് കാരണം ഇവിടെ സെറ്റിൽ ആവാം എന്നൊരു മെൻറ്റാലിറ്റി വന്നു എന്നതാണ് കറക്റ്റ്. ഞാനൊരു മാസത്തിലോ ഒരു 45 ഡേയ്സോ അല്ല 2 മന്തിലോ നാട്ടിൽ പോയിട്ട് ശനിയാഴ്ച രാത്രി പോയി തിങ്കളാഴ്ച രാവിലേക്ക് ഇവിടെ എത്തുന്ന തരത്തിൽ പോയി വരാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മനുഷ്യൻ ഭയങ്കര ഫാസ്റ്റാണ്. ഇത്ര ഫാസ്റ്റ് നാട്ടിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ ഇവിടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ 10, 9, 8 മണിക്ക് ഇറങ്ങിയാലും രാത്രി 10, 11, 12 വരെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടും. നാട്ടിലാണെങ്കിൽ അത് ഇല്ല. 8 മണി 9 മണിക്ക് ഇറങ്ങിയാൽ 5 മണി 6 മണി കഴിഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കുക എന്നതാണ് നാട്ടിലുള്ള പൊതുവെ സ്വഭാവം. ഞാൻ 89-ൽ വരുമ്പോൾ അറൗണ്ട് 23 കിലോമീറ്റർ 25 കിലോമീറ്റർ സിറ്റി മാക്സിമം ഉണ്ടായിരുന്ന ബാംഗ്ലൂരാണ്. ഇപ്പോൾ അറൗണ്ട് 140, 190 കിലോമീറ്റർ വരെ സിറ്റി വളർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ സിറ്റിയിൽ പറഞ്ഞാൽ 10 രൂപ പോലും കാണാൻ പറ്റില്ല. ആര് യൂസ് ചെയ്യുകയാണെങ്കിലും 100 രൂപ 500 രൂപ 1000 രൂപ. ബാംഗ്ലൂരിലെ മെമ്പറായി തീർന്ന കാരണം ഇനി വിട്ടു പോകാനോ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാനോ പറ്റില്ല. രാവിലെ 4 മണി മുതൽ 7 മണിൻ്റെ ഉള്ളിൽ മാത്രമാണ് ബാംഗ്ലൂർ സിറ്റിയിൽ ആക്സിഡൻറ്റോ ഇല്ല വേറെ എല്ലാതും കൂടുതലും സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒന്നത് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഒഴിക്കുന്ന വ്യക്തികൾ, ലേഡീസായാലും ജെൻസായാലും ഇവിടെ മാക്സിമം യൂസിങ് ആൽക്കഹോൾ. അത് കാരണം 11 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ മാത്രമാണ് ബാംഗ്ലൂർ സിറ്റിയിൽ മാക്സിമം ആക്സിഡൻറ്റും അത്രയുള്ള പ്രവർത്തനങ്ങളും അത്ര പ്രശ്നങ്ങളും വരുന്നുള്ളൂ. പിന്നെ രാവിലത്തെ നേരം 4 മണി കഴിഞ്ഞാൽ കോൾ ടാക്സിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് ടൈമിങ്ങിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന റീസൺ കാരണം ഓവർ സ്പീഡിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അല്ല ഡേ ടൈമിൽ നോർമൽ ആർക്കും അങ്ങനെ ആക്സിഡൻറ്റോ അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ ട്രാഫിക് കൺട്രോൾ ഉള്ള കാരണം. കാശിമാശ്രമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫസ്റ്റ് റിസർച്ച് ഫൗണ്ടേഷനാണ് കാശിമാശ്രമം. അതിലെ വേദാചാര്യൻ M.R. രാജേഷ് ആണ് അതിൻ്റെ ഗുരു. ആൾ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമിൽ ഹിന്ദു വേദം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആചാര്യനാണ്. ആചാര്യൻ ക്ലിയർ ആയിട്ട് എന്തുണ്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഹിന്ദു വേദങ്ങളിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഏത് ഭാഷയിലാണെങ്കിലും വേദങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. എന്തിനും പഞ്ച്വാലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ക്ലിയറായിട്ട് സക്സസ് ആവുള്ളൂ. പഞ്ച്വാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ 10 മണിക്ക് കട തുറക്കാറാണ് തുറന്നോളണം. കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 8 മണി വരെ എന്ന് പറഞ്ഞാൽ 8 മണി വരെ ഇരുന്നോളണം. ഇനി അതിൻ്റെ ഉള്ളിൽ ബിസിനസ് ഇല്ല എന്ന് പോയി ഒരു ഫിലിം കാണാൻ പോയി വീട്ടിൽ പോയി കടന്നുറങ്ങി അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും ഇമ്പ്രൂവ്മെൻ്റ് ആവില്ല. SLC ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം തോന്നി ഗൾഫിലേക്ക് ഒന്ന് വരണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ ദൈവം തന്നൊരു അവയവമാണ് നമ്മുടെ പല്ല്. അതിന് അത്രയും തന്നെ പ്രാധാന്യവുമുണ്ട്. മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഡെസർട്ടിലൂടെ ഫൺ ഡ്രൈവിന് പോകുന്ന നിരവധി വാഹനങ്ങളാണ് നമ്മുടെ പുറകിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൗതുക കാഴ്ചകൾ മലനാട്ടിലെത്തിക്കുന്നു. മലനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുക, സമ്മാനങ്ങൾ നേടുക.